ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഈ സൂഫി ഗാനങ്ങളെ പറ്റി പറയുന്നത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാപ്പ മരണപ്പെടുന്നതിന് മുമ്പ് എഴുതിയ സൂഫി ഗാനങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അന്ന് ഇത്തരം സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പാപ്പ ഈ പാട്ടുകൾ മുഴുവൻ എഴുതിയത്. ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല, ടേപ്പ് റെക്കോർഡില്ല എന്നതുപോലെ നമ്മളൊരു പാട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാംഫോൺ ഓഫീസിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയായിരുന്നു. പല പ്രാവശ്യവും പല ഗ്രാംഫോണിലെ പാടാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അന്നൊന്നും വാപ്പ അതിന് താല്പര്യം എടുത്തിട്ടില്ല. അങ്ങനെ വാപ്പാൻ്റെ ഗ്രാംഫോൺ റെക്കോർഡുകളൊന്നുമില്ല. വാപ്പാനോട് ആരെങ്കിലും ആവശ്യപ്പെട്ട് വന്നാൽ വാപ്പ ആ സെക്കൻഡിൽ, ആ മണിക്കൂറുകളിൽ അവർ പറയുന്ന വിഷയം എന്താണ്, ആ വിഷയത്തിനനുസരിച്ചിട്ട് പാട്ട് എഴുതി കൊടുക്കുമായിരുന്നു. അപ്പം പറയുന്ന വിഷയങ്ങൾ എന്താ വെച്ചാൽ ദീനിയായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നബിദിനത്തോട് ഇപ്പം വരുന്ന റബീഉൽ അവ്വലാണല്ലോ വരുന്നത്. നബിദിനത്തോടനുബന്ധിച്ചിട്ട് പല മദ്രസക്കാരും പല പള്ളി കമ്മിറ്റിക്കാരും പല നാട്ടുകാരും വാപ്പാനെ സമീപിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ നബിദിനത്തിന് പാടാൻ വേണ്ടിയിട്ട് ഒരു ഗാനം എഴുതി തരുന്ന ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് പാടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഈ പറയുന്നത് മുഴുവനും 1962 മുൻപുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ 62 എന്ന് പറഞ്ഞാൽ 1962 മുമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തൊരു കാലം. ടി വിയോ ടേപ്പ് റെക്കോർഡറോ ഒന്നുമില്ല. നമ്മൾ സാധാരണ കല്യാണപ്പുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രാംഫോൺ ഉണ്ട്. അത് കൊളാമ്പി പോലെ 2 സാധനം തെങ്ങിൻ്റെ മുകളിലോ അവിടെ കെട്ടിയിട്ട്, അന്നത്തെ കാലഘട്ടം അതായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിലാണ് എൻ്റെ വാപ്പാൻ്റെ ഒരുപാട് പാട്ടുകൾ വാപ്പ എഴുതാനുള്ള സാഹചര്യം, ഓരോരോ വിഷയങ്ങൾ തിരഞ്ഞെടുത്തിട്ടും അങ്ങനെ. അപ്പോൾ ഒരു പ്രാർത്ഥനാ ഗാനം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റിക്കാർ വന്നപ്പോൾ വാപ്പ എഴുതിയ ഒരു പാട്ടാണ് ഇപ്പം ഞാൻ 4 വരി പാടുന്നത്. അതിസർവജ്ഞനെ ഏതിലും ശക്തനെ യാ ഇലാഹി ചോദിയെന്ന ഹിദായത്ത് നീ തായേ, ആശ നിറവേറ്റേണേ അസ്ഥലം കാട്ടേണേ യാ ഇലാഹി ചോദിയെന്ന ഹിദായത്ത് നീ തായേ. ആദിയെന്നുള്ളവനും നീയല്ലോ, അല്ലാമൽ ഗുയൂബോനും നീ അല്ലോ. ആദിയെന്നുള്ളവനും നീ അല്ലോ, അല്ലാമൽ ഗുയൂബോനും നീ അല്ലോ. പൂതി തീർത്തിടേണേ പൂങ്കാവേറ്റിടേണേ യാ ഇലാഹി ചോദിയെന്ന ഹിദായത്ത് നീ തായേ. തായി തന്ത സന്താനങ്ങളില്ല, താൻ താനീ തോനും നീയല്ലോ അല്ലാ. തായി തന്ത സന്താനങ്ങളില്ല, താൻ താനീ തോനും നീയല്ലോ അല്ലാ. ദായിമായി വാഴ്വോനെ ഖാദിമായി താഴ്വോനെ യാ ഇലാഹി ചോദിയെന്ന ഹിദായത്ത് നീ തായേ. ദോഷം എന്ന കറപോക്ക് ഗഫാറേ, ദീനദയാലു നീ എന്നും സത്താറേ. ദോഷം എന്ന കറപോക്ക് ഗഫാറേ,
ദീനദയാലു നീ എന്നും സത്താറേ. ഇഷ്കുല്ലാഹിയാണ് ഇഷ്കിൽ ചേർത്തിടേണേ യാ ഇലാഹി. ചോദിയെന്ന ഹിദായത്ത് നീ തായേ. അബ്ദിൽ ചേർക്കാനി അബ്ദുർ റസാക്ക് അധ്വാന കളരിയിൽ പെടുത്ത്. അബ്ദിൽ ചേർക്കാനി അബ്ദുർ റസാക്ക് അധ്വാന കളരിയിൽ പെടുത്ത്. ശബ്ദ കലിമത്തൈനി ലബ്ധിക്കായി ദാറൈനി. ശബ്ദ കലിമത്തൈനി ലബ്ധിക്കായി ദാറൈനി യാ ഇലാഹി. ചോദിയെന്ന ഹിദായത്ത് നീ തായേ. ആദി സർവജ്ഞനെ യതിലും ശക്തനെ യാ ഇലാഹി. ചോദിയെന്ന ഹിദായത്ത് നീ തായേ. മക്കത്തും മദീനയിലും പോകാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വാപ്പ ഈ പാട്ട് എഴുതിയത്. അത് സാധിക്കുകയും ചെയ്തു. ഓക്കെ, അസ്സലാമു അലൈക്കും.